ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ തേർഡ് സെമസ്റ്റർ BA സോഷ്യോളജി സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ നമുക്കെല്ലാം അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട സമയമാണ്. പുതിയതായിട്ട് വന്ന സ്റ്റുഡൻസിന് അസൈൻമെൻറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, എന്തൊക്കെ ആഡ് ചെയ്യണം, എങ്ങനെ കൂടുതൽ മാർക്ക് വാങ്ങാം എന്നൊക്കെയുള്ള കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. സോ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ എങ്ങനെയാണ് അസൈൻമെൻറ്റ് എഴുതുക, ഞാൻ അസൈൻമെൻറ്റിൽ എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്. സോ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ഇതിൽ ആദ്യമായിട്ട് അസൈൻമെൻറ്റിനെ പറ്റി പറയാൻ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് കഴിഞ്ഞ സെമിസ്റ്ററുകളിൽ നമ്മളെല്ലാവരും തന്നെ അസൈൻമെൻറ്റ് ഓഫ്ലൈൻ ആയിട്ടാണ് സബ്മിറ്റ് ചെയ്തത്. അതായത് കോളേജിൽ കൊണ്ട് നമ്മൾ നമ്മുടെ അസൈൻമെൻറ്റ് കൊടുത്ത് അവിടെ സൈൻ ചെയ്തിട്ട് പോരുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇത്രയും ഈ കഴിഞ്ഞ 2 സെമിസ്റ്ററുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സെമിസ്റ്ററുകളിൽ നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ ഇനി മുതൽ യൂണിവേഴ്സിറ്റി ഓൺലൈൻ സബ്മിഷൻ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കഫേയിൽ പോയിട്ടോ ലാപ്ടോപ്പ് വഴിയോ ഒക്കെ നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. ഇങ്ങനെ ഒരു പ്രൊസീജിയറാണ് ഇനി തൊട്ട് നമുക്ക് വരുന്നതെന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അസൈൻമെൻറ്റിൽ വെക്കുന്ന പേജസ് വളരെ കറക്റ്റായിട്ട് ഇരിക്കണമെന്ന് നിർബന്ധമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമുക്ക് 2 ടൈപ്പ് അസൈൻമെൻറ്റാണ് ഒരു സബ്ജക്റ്റിന് എഴുതാനുള്ളത്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ്, 2 അനലിറ്റിക്കൽ. ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റിന് അസൈൻമെൻറ്റ് സബ്മിഷൻ ഫോം 1 എന്നുള്ളതും അനലിറ്റിക്കൽ അസൈൻമെൻറ്റിന് അസൈൻമെൻറ്റ് സബ്മിഷൻ ഫോം 2 എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ തന്നെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാകും. നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതുള്ളല്ലോ. അങ്ങനെയുള്ള ഇഷ്യൂസ് പല കോളേജിലും ഉണ്ടായിട്ടുണ്ടെന്ന് ചില കോർഡിനേറ്റേഴ്സ് പറയുകയുണ്ടായി. സോ ആദ്യമായിട്ട് നമ്മൾ അസൈൻമെൻറ്റ് സബ്മിഷൻ ഫോം നന്നായിട്ട് ശ്രദ്ധിക്കുക. 2 എന്നുള്ളത് അനലിറ്റിക്കലിനും 1 എന്നുള്ളത് ഡിസ്ക്രിപ്റ്റീവിനും തന്നെ പ്ലേസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ അസൈൻമെൻറ്റ് വെളിയിൽ നിന്ന് വാങ്ങേണ്ട കാര്യമുണ്ടോ? നമുക്ക് തന്നെ എഴുതാൻ പറ്റുമോ? നമുക്ക് ഈസി ആയിട്ട് തന്നെ മിക്ക അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ആദ്യമായിട്ട് തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അസൈൻമെൻറ്റ് എങ്ങനെ എഴുതണം, എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം 10 പേജിൽ കുറയാതെ അസൈൻമെൻറ്റ് എഴുതണമെന്ന് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. സോ ഒരു 10, 12 പേജ്, 15 പേജൊക്കെ എഴുതിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും. നമ്മൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ മതി. ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്യാം, ഇഷ്ടംപോലെ PDF ഫയൽസ് കിട്ടും. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഇങ്ങനെ കുറേ ഇന്നത്തെ കാലത്ത് നമുക്ക് കുറേ സാഹചര്യങ്ങളുണ്ട് അസൈൻമെൻറ്റ് എഴുതാൻ പറ്റി. സോ അതുകൊണ്ട് തന്നെ ഇത് വെളിയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങി എഴുതേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ അത്യാവശ്യം എഴുതിയാൽ തന്നെ നല്ല മാർക്ക് യൂണിവേഴ്സിറ്റി നമുക്ക് തരുന്നുണ്ട്. കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ 15ഉം 14 മാർക്കുകളൊക്കെ നമുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെളിയിൽ നിന്ന് അസൈൻമെൻറ്റ് വാങ്ങി എഴുതേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് തന്നെത്താനെ എഴുതാവുന്നതേ ഉള്ളൂ. സോ അങ്ങനെയുള്ളവർക്ക് ഒരു ഹെൽപ്പും കൂടെ ആകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അസൈൻമെൻറ്റിൽ എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വരുന്നത് ഫേസിംഗ് ഷീറ്റാണ്. എല്ലാവർക്കും അറിയാം, ഫേസിംഗ് ഷീറ്റിൻ്റെ മുകളിൽ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് എഴുതിയതിൻ്റെ താഴെ അസൈൻമെൻറ്റ് സബ്മിഷൻ ഫോം എന്ന് എഴുതിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഫോം 1 എന്നുള്ളത് ഡിസ്ക്രിപ്റ്റീവിനും ഫോം 2 എന്നുള്ളത് അനലിറ്റിക്കലിനും. അത് നമുക്ക് മാറിപ്പോകാൻ പാടില്ല. പിന്നെ അതിൻ്റെ താഴോട്ട് അസൈൻമെൻറ്റ് സബ്മിഷൻ ഫോം വരുമ്പോഴത്തേക്കിനും നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്, നമ്മുടെ പേര് പൂർണ്ണമായും എഴുതുക. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ID കാർഡിൽ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള പേരുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ പേര് നമുക്കറിയാം, അത് എഴുതുക. എൻറോൾമെൻറ്റ് നമ്പർ ID കാർഡിലുണ്ട്, അത് എഴുതുക. നെയിം ഓഫ് ദ പ്രോഗ്രാം, നമ്മൾ ഏത് പ്രോഗ്രാമാണ് ചെയ്യുന്നത്. BA സോഷ്യോളജി ആണെങ്കിൽ BA സോഷ്യോളജി, BA ഹിന്ദി, BA മലയാളം, അതുപോലെ PG ആണെങ്കിൽ MA മലയാളം. അതെന്താണ് നമ്മൾ കോഴ്സ് ചെയ്യുന്നത് അത് എഴുതുക. സെമിസ്റ്റർ ഏതാണ്, നമ്മളിപ്പോൾ പെർഫോം ചെയ്തിരിക്കുന്ന സെമിസ്റ്റർ ഏതാണ്, ആ സെമിസ്റ്റർ എഴുതുക. കോഴ്സ് കോഡ് എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കോഴ്സ് കോഡ് എഴുതിയിട്ടുണ്ട്. ആ കോഴ്സ് കോഡാണ് നമ്മൾ അതുപോലെ തന്നെ എഴുതി കൊടുക്കേണ്ടത്. അടുത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോഴ്സ് ടൈറ്റിലാണ്. കോഴ്സ് കോഡിൻ്റെ മുകളിലായിട്ടോ അല്ല താഴെയായിട്ടോ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അതാണ് നമ്മൾ കോഴ്സ് ടൈറ്റിൽ കൊടുക്കുക. നെയിം ഓഫ് ദ ലേണർ സപ്പോർട്ട് സെൻറ്റർ, നമ്മൾ ഏത് കോളേജിലാണ് പഠിക്കുന്നത്. മഹാരാജാസിൽ പഠിക്കുന്നവരുണ്ട്, അതുപോലെ പല കോളേജുകളിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കോളേജിൻ്റെ പേര് നമുക്കറിയാം, ആ കോളേജിൻ്റെ പേര് എഴുതുക. സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് വിത്ത് ദ ഡേറ്റ് എന്നുള്ളത് നമ്മൾ എന്നാണോ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത് അന്ന് ചെയ്താലും മതി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ അസൈൻമെൻറ്റ് സബ്മിഷൻ ഫോമിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴെ ടു ബി ഫിൽഡ് ഇൻ ബൈ ദ ഇവാലുവേറ്റേഴ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതല്ല എന്നുണ്ടെങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കോളംസ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം അസൈൻമെൻറ്റ് സബ്മിഷൻ ഫോം 1 ആണെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് ഇൻട്രൊഡക്ഷന് നമുക്ക് 2 മാർക്ക് കിട്ടും. എക്സ്പ്ലനേഷൻ ഓഫ് ദ തിയറി ഓർ ഐഡിയ, അതിന് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് 6 മാർക്ക് കിട്ടും.
പിന്നെ അത് കഴിഞ്ഞ് ഓവറോൾ ക്ലാരിറ്റി, സ്റ്റൈൽ, സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ അതിന് 3 മാർക്കുണ്ട്. ക്ലിയർ ആയിട്ടുള്ള കൺക്ലൂഷൻ ഉണ്ടെങ്കിൽ അതിന് 2 മാർക്കുണ്ട്. ബിബ്ലിയോഗ്രഫിയോ അല്ലെങ്കിൽ റെഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 മാർക്ക്. ഇങ്ങനെ ടോട്ടൽ 15 മാർക്കാണ് അസൈൻമെൻറ്റ്, ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റിന് നമുക്ക് ലഭിക്കുന്നത്. സോ ഇത് ശ്രദ്ധിച്ച് ഇതനുസരിച്ച് വേണം നമ്മൾ അസൈൻമെൻറ്റ് എഴുതാൻ. നമ്മൾ പലരും ഈ ഒരു കോളം ശ്രദ്ധിക്കാറില്ല, നമ്മൾ അസൈൻമെൻറ്റ് എഴുതി അങ്ങ് പോകും. പക്ഷേ എന്തൊക്കെ കാര്യങ്ങളാണ് അസൈൻമെൻറ്റിൽ ആഡ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് ഒരു 14-15 മാർക്കൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ എന്തൊക്കെ ആഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം തന്നെ നോക്കേണ്ടത് ഈ കോളമാണ്. അത് നമുക്ക് നമ്മുടെ ഇവാലുവേറ്റേഴ്സ് ഫില്ല് ചെയ്യാനുള്ളതാണ്. എങ്കിലും നമ്മൾ അതനുസരിച്ച് വേണം നമ്മുടെ അസൈൻമെൻറ്റ് മുൻപോട്ട് എഴുതി പോകാൻ. അതുപോലെ തന്നെ അസൈൻമെൻറ്റ് സബ്മിഷൻ ഫോം 2-ൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. പക്ഷേ അതിൻ്റെ താഴെ ആ കോളം കൊടുത്തിരിക്കുന്നതിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതിൻ്റെ അകത്ത് ആ ഇൻട്രൊഡക്ഷന് 2 മാർക്ക്, രണ്ടാമത് ക്രിട്ടിക്കൽ ഇൻക്വയറി, ഫോർമുലേഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് അനലൈസിസ് ഓർ ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് 6 മാർക്ക്. പിന്നെ മൂന്നാമത്ത് കൊടുത്തിരിക്കുന്ന ഓവറോൾ ക്ലാരിറ്റി, സ്റ്റൈൽ, സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷന് 3 മാർക്ക്. അതുപോലെ തന്നെ കൺക്ലൂഷന് 2 മാർക്ക്. ലാസ്റ്റ് ഫുഡ് നോട്ട്സ്, ഈ അനലിറ്റിക്കൽ അസൈൻമെൻറ്റ് നമ്മൾ ഫുഡ് നോട്ട്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് മാർക്കുണ്ട്. ഇങ്ങനെ ആണ് ഫേസിംഗ് ഷീറ്റ് അല്ലെങ്കിൽ അസൈൻമെൻറ്റ് സബ്മിഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഈ 2 അസൈൻമെൻറ്റിൻ്റെയും ഏറ്റവും മുകളിലായിട്ട് നിർബന്ധമായിട്ട് നമ്മൾ വെക്കേണ്ട 2 ഫോമുകളാണിത്. സോ നമ്മൾ ഫേസിംഗ് ഷീറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തൊരു പേജ് വരുന്നതാണ് ടൈറ്റിൽ പേജ് എന്നുള്ളത്. അത് നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററുകളൊക്കെ യൂസ് ചെയ്തതുപോലെ തന്നെ മുകളിൽ അസൈൻമെൻ്റ് ഒന്ന് വലുതായിട്ട് എഴുതുക. ഇപ്പം ഞാൻ അങ്ങനെ വലുതായിട്ട് എഴുതിയിട്ട് ഒന്നെന്ന് എഴുതിയേക്കുന്നത് എൻ്റെ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻ്റ് ആണ് അത്. അതുകൊണ്ട് കാരണം അസൈൻമെൻറ്റ് സബ്മിഷൻ ഫോം 1 അതിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒന്നത് എഴുതുന്നത്. അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഏത് അസൈൻമെൻറ്റ് എഴുതാനാണോ ചൂസ് ചെയ്തേക്കുന്നത്, അതായത് നമുക്ക് ആ ടോട്ടൽ 5 ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക. ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റിന് 5 ക്വസ്റ്റ്യൻ, അനലിറ്റിക്കൽ അസൈൻമെൻറ്റ് 5 ക്വസ്റ്റ്യൻ. അതിൽ നിന്ന് നമുക്ക് ഓരോന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. 5 ക്വസ്റ്റ്യനിൽ നിന്ന് ഓരോന്ന് വീതം സെലക്ട് ചെയ്ത് ഡിസ്ക്രിപ്റ്റീവിൽ ഒരു അസൈൻമെൻറ്റ് എഴുതുക, അനലിറ്റിക്കൽ ഒരു അസൈൻമെൻറ്റ് എഴുതുക. ഇങ്ങനെ ഒരു സബ്ജക്റ്റിന് 2 അസൈൻമെൻ്റ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണല്ലോ. സോ നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ എഴുതി വയ്ക്കാൻ, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര വലുതാണ്. സോ നമുക്ക് അതുപോലെ തന്നെ എഴുതി വയ്ക്കാൻ പറ്റില്ലെങ്കിൽ അത് ചെറുതായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ നമ്മളിപ്പം ഞാൻ ഈ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റിന് ഇൻഫോർമാറ്റിക്സ് ഇൻ അക്കാഡമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ അസൈൻമെൻ്റാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സോ ആ ഇൻഫോർമാറ്റിക്സ് ഇൻ അക്കാഡമിക്സ് എന്ന് പറയുന്ന അസൈൻമെൻറ്റിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് discuss the primary benefits of online learning. How do they support flexible education? What are the main challenges faced by learners and institutions in online education? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. സോ ഞാനത് കുറച്ചും കൂടെ ചുരുക്കി, അത്രയും എഴുതേണ്ട കാര്യമില്ല, കുറച്ചൊന്ന് ചുരുക്കി എഴുതേണ്ടതിന് വേണ്ടി ഞാൻ എഴുതിയേക്കുന്നത് എക്സ്പ്ലോറിങ് ഓൺലൈൻ ലേണിംഗ്, കീ ബെനിഫിറ്റ്സ്, എഡ്യൂക്കേഷണൽ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ചാലഞ്ചസ് ഫോർ ലേണേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ഹെഡിങ് പോലെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ ഡിസ്ക്രിപ്റ്റീവ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. എഴുതണമെന്ന് നിർബന്ധമില്ല, ഞാൻ എഴുതാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. സോ അതിന് താഴെയായിട്ട് നമുക്ക് നെയിം കൊടുക്കാം, എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കാം. അതായത് ഫേസിംഗ് ഷീറ്റിൽ എഴുതിയ അതേ കാര്യങ്ങൾ, ക്ലാസ് ആൻഡ് കോഴ്സ്, ഏത് പേപ്പറാണ്, ഇൻഫർമാറ്റിക്സ് ആൻഡ് അക്കാഡമിക്സ്, കോഡ് ഏതാണ്, മൊബൈൽ നമ്പർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ടൈറ്റിൽ പേജിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ടൈറ്റിൽ പേജിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് വരുന്നത് ടേബിൾ ഓഫ് കണ്ടൻറ് എന്ന് പറയുന്ന പേജാണ്. ഇതിത്ര നിർബന്ധമൊന്നുമില്ല, പക്ഷേ കഴിഞ്ഞ സെമിസ്റ്ററുകളിൽ ഞാൻ ഈ പേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെമിസ്റ്ററിലും ഞാൻ ഈ പേജ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ടേബിൾ ഓഫ് കണ്ടൻറ് എന്ന് പറയുന്ന പേജ് നമുക്ക് ലാസ്റ്റ് മാത്രമേ വെക്കാൻ പറ്റൂ. കാരണം ഉള്ളിലുള്ള കണ്ടൻസ് എല്ലാം എഴുതിയതിന് ശേഷം ഓരോ പേജസും എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഓവറോൾ ഒരു സംഭവമാണിത്. അപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ആ പേജ് വെക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും, മൂന്നാമതാണ് ഈ പേജ് വരുന്നത്, പക്ഷേ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും പേജ് വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ അത് വീണ്ടും ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ പേജ് നമ്പേഴ്സാണ്. നമ്മുടെ പേജ് നമ്പേഴ്സ് ഒരിക്കലും നമ്മുടെ ടൈറ്റിൽ പേജ് തൊട്ടോ അല്ലെങ്കിൽ ടേബിൾ ഓഫ് കണ്ടൻറ്റ് തൊട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. നമ്മൾ അസൈൻമെൻറ്റ് എഴുതി തുടങ്ങുന്നത് എവിടെ തൊട്ടാണോ അവിടെ മുതലാണ് നമ്മുടെ പേജസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പേജ് നമ്പർ ഇടുമ്പോൾ നമ്മൾ പേജ് നമ്പർ ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പേജ് തൊട്ടാണ്. ടേബിൾ ഓഫ് കണ്ടൻറ്റ് അറിയാലോ, പേജ് നമ്പർ 1 തൊട്ട് 2 വരെ നമ്മൾ എന്ത് കാര്യമാണോ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഓരോ പേജസിൽ നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് ആഡ് ചെയ്തിരിക്കും. ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് ഇൻട്രൊഡക്ഷനെ കുറിച്ചും കൺക്ലൂഷൻ, ബിബ്ലിയോഗ്രഫി ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്.
സോ അടുത്ത പേജ് ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ എഴുതാൻ പോകുന്ന സബ്ജക്റ്റിനെ പറ്റി നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. അതാണ് അടുത്ത പേജ് വരുന്നത്. സോ ഇവിടം തൊട്ട് നമ്മൾ എവിടെ നിന്നൊക്കെ നമ്മൾ ഡേറ്റാസ് ശേഖരിച്ചോ അതെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ട് ഏത് സബ്ജക്റ്റിനെ കുറിച്ച് ഒരു 15-16 പേജൊക്കെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് PDF ഫയൽസ് ആയിട്ട് ഗൂഗിളിൽ നിന്ന് കിട്ടും. അതുപോലെ പല കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അസൈൻമെൻറ്റ് പർച്ചേസ് ചെയ്യേണ്ട യാതൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. സോ നമ്മൾ ഫേസിങ് ഷീറ്റ് വെച്ചു, അതിന് ശേഷം ടൈറ്റിൽ പേജ് വെച്ചു, ടേബിൾ ഓഫ് കണ്ടന്റിനെ കുറിച്ച് പറഞ്ഞു. സോ നമ്മൾ എഴുതുന്ന സബ്ജക്റ്റിനെ കുറിച്ച് നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. സോ അതിനുശേഷം നമുക്ക് ഹെഡിങ്സും സബ് ഹെഡിങ്സും കൊടുക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ചൊരു ഹെഡിങ് നമ്മൾ കൊടുത്തു. ഇപ്പോൾ ബെനിഫിറ്റ്സ് ഓഫ് ഓൺലൈൻ ലേണിംഗ്, അത് ഒരു ഹെഡിങ് കൊടുത്തു. ആ ഹെഡിങ് കൊടുത്തിട്ട് ഓൺലൈൻ ലേണിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ സബ് ഹെഡിങ്സ് ആയിട്ട് താഴോട്ട് കൊടുക്കാം. സോ നമ്മുടെ അസൈൻമെൻറ്റ് കാണുമ്പോൾ തന്നെ അതിനൊരു ഭംഗിയും കാണും. വായിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. ചിലപ്പം അസൈൻമെൻ്റ് ഒന്നും ഫുൾ ആരും വായിക്കില്ല. നമ്മുടെ ഹെഡിങ്സ് സബ് ഹെഡിങ്സ് മാത്രമേ വായിക്കൂ. അപ്പം നമ്മളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഹെഡിങ്സും സബ് ഹെഡിങ്സും കൊടുക്കുന്നത് കുറച്ചും കൂടെ ബെറ്ററാണ്. പിന്നെ അവസാനമായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ കൊടുക്കാം. കൺക്ലൂഷൻ എത്ര വലിച്ചു നീട്ടിയും കൊടുക്കണമെന്നില്ല. ഒരു പേജിലോ അല്ലെങ്കിൽ 1.5 പേജിലോ നമുക്ക് ശരിയായ രീതിയിൽ നമ്മൾ എഴുതിയ കാര്യങ്ങളെല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്ത് നമുക്കൊരു സംഭവം കൊടുക്കാം. അതിന് നമുക്ക് കുറേ ഫയൽസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ ഗൂഗിളിൽ നിന്ന്. അതുപോലെ തന്നെ ഫുഡ് നോട്ട്സ് കൊടുക്കണം. ഫുഡ് നോട്ട്സ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചില ആർട്ടിക്കിൾസിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ എഴുതിയേക്കുന്നതിന് മുകളിലായിട്ട് 1, 2 എന്നൊക്കെ കൊടുത്തിട്ട് അതെന്താണെന്നുള്ളൊരു ഡിസ്ക്രിപ്ഷൻ പേജിൻ്റെ താഴെയായിട്ട് കൊടുക്കും. നമുക്ക് ഈ അനലിറ്റിക്കൽ അസൈൻമെൻറ്റിന് മാത്രം ഫുഡ് നോട്ട്സ് കൊടുത്താൽ മതി എന്നാണ് നമ്മുടെ ഫേസിങ് ഷീറ്റിൽ, അതായത് അസൈൻമെൻറ്റ് സബ്മിഷൻ ഫോമിൻ്റെ ഫ്രണ്ടിലത്തെ കോളത്തിൽ എഴുതിയേക്കുന്നത്. സോ നമുക്ക് ഡിസ്ക്രിപ്റ്റീവിന് കൊടുക്കുന്നെങ്കിൽ കൊടുക്കാം, കൊടുത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അനലിറ്റിക്കലിന് കൊടുക്കുകയാണെങ്കിൽ 1-2 മാർക്ക് നമുക്കതിന് കിട്ടും. സോ 1-2 ഫുഡ് നോട്ട്സ് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ നമുക്ക് വേണേൽ പിക്ചേഴ്സ് ആഡ് ചെയ്യാം, 1-2 ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്ന പേജസിൻ്റെ അകത്ത് ഈ ഫോട്ടോസ് ആഡ് ചെയ്യില്ല. നമ്മൾ 10 പേജ് അസൈൻമെൻറ്റ് എഴുതേണ്ടിടത്ത് 8 പേജിലും ഫോട്ടോസ് കൊണ്ട് ഒട്ടിച്ചിട്ട് 2 പേജ് അസൈൻമെൻറ്റ് എഴുതി കൊണ്ടുവന്നാൽ ശരിയാവത്തില്ല. നമുക്ക് പറഞ്ഞിരിക്കുന്ന പേജസിൻ്റെ അകത്ത് ഈ ഫോട്ടോസ് അവർ ഉൾപ്പെടുത്തില്ല. നമുക്ക് പിക്ചേഴ്സ് ആഡ് ചെയ്യാം. ഒരു 2-3 ഫോട്ടോസൊക്കെ നമുക്ക് വെട്ടി ഒട്ടിക്കുകയോ ഇല്ലെങ്കിൽ ആ പേജിൽ തന്നെ പ്ലേസ് ചെയ്യുകയോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ അന്നേരവും നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് എത്ര പേജാണോ അസൈൻമെൻറ്റ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഈ ഫോട്ടോസ് വരില്ല. അതുകൊണ്ട് തന്നെ 10 പേജ് അസൈൻമെൻറ്റ് ഉള്ളിടത്ത് നമ്മൾ 2 ഫോട്ടോയൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 പേജും കൂടെ എക്സ്ട്രാ നമ്മൾ എഴുതേണ്ടി വരും. ഈ പിക്ചേഴ്സ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തില്ല. പിന്നെ നമുക്ക് ബിബ്ലിയോഗ്രഫി അല്ലെങ്കിൽ റെഫറൻസസ്, നമ്മൾ എവിടെ നിന്നാണോ അസൈൻമെൻറ്റ് എഴുതിയത്, ഈ വെബ് പേജസ് ഒക്കെ കൊടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മുടെ ലിങ്കുകളൊക്കെ നമ്മൾ എഴുതി വെക്കുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ കുറച്ച് PDF ഫയൽസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ അസൈൻമെൻറ്റ് എഴുതുന്നുണ്ടെങ്കിൽ ആ PDF ഫയൽസിൻ്റെ താഴെയായിട്ട് തന്നെ കുറച്ച് റെഫറൻസസും ബിബ്ലിയോഗ്രഫിയൊക്കെ കാണും. അവർ എവിടെ നിന്നാണ് റെഫർ ചെയ്തതെന്നുള്ളത് ആ റെഫറൻസസ് തന്നെ നമുക്ക് ഇതിനകത്ത് എഴുതി വെക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ലിങ്കുകൾ എഴുതി വെക്കാത്തതായിരിക്കും ബെറ്റർ. പിന്നെ നമ്മൾ മെയിൻ പോയിന്റ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്യുക അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു മെയിൻ പോയിന്റ് കണ്ടു, ആ മെയിൻ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ ഇപ്പം ഇവാലുവേറ്റേഴ്സിന് അത് നോക്കുമ്പോഴത്തേക്കിനും ഇവർ മെയിൻ പോയിന്റ്സ് എല്ലാം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവർക്കത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് നോക്കാൻ പറ്റും. ഹെഡിങ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. പിന്നെ പേജ് നമ്പേഴ്സ് മസ്റ്റായിട്ട് ഇടണം. പേജ് നമ്പേഴ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എത്ര പേജസ് എഴുതിയെന്ന് നമുക്ക് അറിയാനാവത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഓവറോൾ ഒരു അടുക്കും ചിട്ടയും പറഞ്ഞെങ്കിൽ പേജ് നമ്പേഴ്സ് മറക്കാതിടണം. മാർജിൻസ് ശരിയായ രീതിയിൽ നല്ല വൃത്തിക്ക് മാർജിൻസ് വരയ്ക്കുക. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്നത് പോലെ പൂവും കായൊന്നും വരയ്ക്കേണ്ട കാര്യമില്ല, കറക്റ്റായിട്ട് മാർജിൻസ് വരയ്ക്കുക. പിന്നെ നമുക്കിത് എക്സാംസ് കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും കോഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് ഇതിൻ്റെ ആഡ് ചെയ്താൽ കുറച്ചും കൂടെ നമ്മുടെ അസൈൻമെൻറ്റ്സ് കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അത് തന്നെയല്ല നമുക്ക് കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടും. അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അസൈൻമെൻറ്റിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. സബ്മിഷനെ പറ്റി നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് എന്തെങ്കിലും സ്കാനർ അങ്ങനെയുള്ള എന്തെങ്കിലും സ്കാനിങ് ആപ്പ് വെച്ചിട്ട് ഫോട്ടോസ് എല്ലാം ശരിയായ രീതിയിൽ കറക്റ്റ് ഓർഡറിൽ തന്നെ ഫോട്ടോസ് എടുത്തിട്ട് കറക്റ്റ് 10 MB താഴെയാക്കാൻ പറ്റുന്ന മിക്ക ആപ്പുകൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അത് എടുത്തിട്ട് നമുക്ക് പേജസ് കംപ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പോർട്ടലിൽ കയറിയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഫോൺ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അന്നേരവും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ എന്തെങ്കിലും കഫേയിൽ പോയോ വല്ലതാണ് ചെയ്യുന്നതെങ്കിലും
കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മൾ നമ്മുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പലതവണ ചെക്ക് ചെയ്യുക. ചിലപ്പോൾ 2, 3 ദിവസമൊക്കെ നമുക്ക് വീണ്ടും ഇത് എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സമയം കിട്ടും. ആ 2, 3 ദിവസത്തിനുള്ളിൽ കറക്റ്റായിട്ടാണോ നമ്മൾ അസൈൻമെൻറ്റ് ഇപ്പം ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ്, സോഷ്യോളജിയുടെ ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ട സ്ഥാനത്താണോ, നമ്മൾ ഹിസ്റ്ററിയുടെ അസൈൻമെൻറ്റിൻ്റെ സ്ഥാനത്താണോ സോഷ്യോളജി കൊണ്ടുവച്ചേക്കുന്നത്, ഇംഗ്ലീഷിൻ്റെ സ്ഥാനത്താണോ ഹിസ്റ്ററി കൊണ്ടുവച്ചേക്കുന്നത്, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ശരിയായ രീതിയിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അസൈൻമെൻറ്റ് തന്നെത്താനെ എഴുതുക. അസൈൻമെൻറ്റ് എഴുതിയാൽ തന്നെ നമുക്ക് എക്സാമിന് വേണ്ടി കുറച്ചൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഒരു അസൈൻമെൻറ്റ് എഴുതുമ്പോൾ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുകയാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് എഴുതാൻ പറ്റും. പിന്നെ മലയാളത്തിൽ അസൈൻമെൻറ്റ് എഴുതുന്നവരുണ്ട്, ഇംഗ്ലീഷിൽ അസൈൻമെൻറ്റ് എഴുതുന്നവരുണ്ട്. ഇംഗ്ലീഷിൽ അസൈൻമെൻറ്റ് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഗൂഗിളിലൊക്കെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കൂടുതൽ ഇംഗ്ലീഷ് ആണല്ലോ കാണാറ്. അപ്പം അതുകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അസൈൻമെൻറ്റ് സ്വന്തമായിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ എക്സാമിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. സോ എല്ലാവരും അസൈൻമെൻറ്റ് തനിയെ എഴുതാൻ നോക്കുക. കുറച്ച് ടിപ്സൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ താഴെ കമൻ്റായിട്ട് ഇടുക. എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ അതിനെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു.